ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാതായെന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇതൊരു വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചത് അല്ലേ? വേണം പറയാൻ അനുജ. കാരണം ഈ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കിയ, ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ വലിയ വീഴ്ച പറ്റുന്ന ആക്ഷേപങ്ങൾ ഈ അടുത്ത കാലത്ത് നേരിട്ടൊരു സംഭവത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. കണ്ടെത്തിയിരിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ എന്തായാലും ഈ സ്വർണ്ണപ്പാളി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് കാർഡിളക്കിയുള്ള പരിശോധന നടത്തിയിരുന്നു. ഈ ദേവസ്വത്തിന്റെ ആറന്മുള ഉൾപ്പെടെ ഗോഡൌണിൽ ഈ വിജിലൻസ് സംഘം പരിശോധന നടത്തി. പക്ഷേ ഇതൊന്നും കണ്ടെത്താനായില്ല. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ഒരു ജീവനക്കാരനെ ഈ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നത്. ഇദ്ദേഹമായി ചോദ്യം ചെയ്തൊരു ഘട്ടത്തിൽ ഈ 2021 മുതൽ തൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളി ഉണ്ടായിരുന്നു എന്നൊരു മൊഴി ഇദ്ദേഹം നൽകി. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ അടുത്ത് ഈ സ്വർണ്ണപ്പാളി തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നൊരു മൊഴിയും ഇദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ജീവനക്കാരൻ നൽകിയുണ്ടായി. പിന്നീട് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി കണ്ടെത്തിയത്. കഴിഞ്ഞ 13-നാണ് ഈ വീട്ടിൽ ഈ സ്വർണ്ണപീഠം കൊണ്ടുവന്ന് വെച്ചതെന്നാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് പറയുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഈ സ്വർണ്ണപീഠം എന്തായാലും തിരികെ ദേവസ്വത്തിന് ലഭിക്കുന്നത്. നിലവിൽ ദേവസ്വത്തിന്റെ തന്നെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന പീഠം ഇതിലിപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ജയശങ്കർ, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലേക്ക് കാണാതെ പോയിട്ടുണ്ട് പീഠങ്ങൾ കാണാതെ പോയി എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന വലിയൊരു സംശയം ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനുള്ള ഉത്തരം ഇനിയും നൽകേണ്ടത് അദ്ദേഹം തന്നെയാണോ? തീർച്ചയായും അനുജ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. അദ്ദേഹത്തിന് മാത്രമേ മറുപടി പറയാനാവൂ. കാരണം നമ്മൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ താൻ 2020-21 കാലഘട്ടത്തിൽ ഈ കോവിഡ് ഘട്ടത്തിലാണ് ഈ സ്വർണ്ണപീഠം ശബരിമലയിൽ സമർപ്പിച്ചത്. പക്ഷേ പിന്നീട് താൻ അന്വേഷിച്ചപ്പോൾ ആ പീഠം അവിടെ ഇല്ല എന്നൊരു മറുപടി ദേവസ്വം ബോർഡിന് ലഭിച്ചു. വിവാദങ്ങളിലേക്കില്ല എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് ഈ ഒരു പീഠം കണ്ടെത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. അതിന് ഉത്തരം പറയേണ്ടി വരും. സ്വാഭാവികമായും ഹൈക്കോടതി ഈ കാര്യം എത്തുമ്പോൾ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിന്, ഒരുപക്ഷെ ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണത്തിനൊക്കെ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്പോൺസർ എന്ന നിലയിൽ എന്തിന് ഇയാൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു, ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ അടിമുടി ദുരൂഹത അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ വിഷയങ്ങളിലൊക്കെ തന്നെ മറുപടി ഇനിയും ലഭിക്കേണ്ടതുണ്ട്. അതായത് ജയശങ്കർ, ഇത് വർഷങ്ങളായി കാണാതെ പോയി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഒരു ജീവനക്കാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുകയും പിന്നീട് അവിടെ നിന്ന് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് കാണുമ്പോൾ സഹോദരിയുടെ വീട്ടിലേക്ക്, വെഞ്ഞാറമൂട്ടിലെ വസതിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നൊക്കെയാണല്ലോ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണിത് ഇത്തരത്തിലേക്ക് ഇദ്ദേഹം മാറ്റുകയും പിന്നീട് ഇദ്ദേഹം തന്നെ ഇത് തുറന്നു പറയുകയും ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനേക്കാൾ പ്രധാനമായുള്ളത് എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയാതെ പോയി ദേവസ്വം ബോർഡിന് എന്നുള്ളത് കൂടിയല്ലേ? ഇത്രയും വർഷങ്ങളായി പീഠങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അത് അറിയാതെ പോയത്? അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കോവിഡ് സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരുടെ കയ്യിൽ, ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഈ സ്വർണ്ണ പീഠം ശബരിമലയിലേക്ക് കൊടുത്തയക്കുന്നത്. അതിനുശേഷം അവിടെ അത് കൊടുത്തു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് ഈ സ്വർണ്ണപീഠത്തെക്കുറിച്ച് ചോദിച്ചെന്നും അന്ന് അവിടെ ലഭ്യമല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നീടാണ് ഈ വിഷയം ഹൈക്കോടതിയിലെത്തുന്നത്. ഹൈക്കോടതി റിപ്പോർട്ടിലാണ്, ഹൈക്കോടതിയുടെ ഒരു ജഡ്ജിമെൻറ്റിലാണ് ഈ ശബരിമലയിൽ ഇങ്ങനെ സമർപ്പിച്ച സ്വർണ്ണപീഠം കാണാനില്ലെന്നൊരു പരാമർശം വരുന്നത്. ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ തന്നെ ഒരു മറുപടി, അതായത് ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അവരാ ഘട്ടത്തിൽ തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നൊക്കെ മറുപടി പറയുന്നു. ഒപ്പം തന്നെ ഇത് കൊടുത്തയച്ച ആൾ തനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ കൈവിട്ടു പോവുകയാണ്. കാരണം ഈ സ്വർണ്ണ പീഠം ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ സമർപ്പിച്ചിരുന്നുവെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ മഹസറിൽ ഉൾപ്പെടെ
രേഖപ്പെടുത്തേണ്ട ഒന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളിൽ കൃത്യമായി എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഒരു ഭയമില്ല, അന്വേഷണത്തെ നേരിടുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കാര്യങ്ങൾ ഏകദേശം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുമ്പോൾ, റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഹൈക്കോടതി ആയിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുക. അനുജ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? കോടതി പറഞ്ഞിരുന്നു ഇത് കണ്ടെത്തണം എന്നുള്ളത്. പക്ഷേ ഇത് കണ്ടെത്തി എന്നുള്ളതും അതും വളരെ പ്രധാനമല്ലേ, കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അത് ഏത് തരത്തിലേക്കാണ്? വിവിധ സ്ട്രോങ് റൂമുകളൊക്കെ പരിശോധിച്ചു ദേവസ്വം വിജിലൻസ് എന്നൊക്കെ നമ്മൾ ദേവസ്വം വിജിലൻസ് ഈ സ്വർണ്ണപ്പാളി ഈ സ്വർണ്ണപ്പീഠം കണ്ടെത്തുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഈ ശബരിമല നടയൊക്കെ അടച്ചതിന് ശേഷം ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു അന്വേഷണം നടത്തുന്നതായിരുന്നു. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് തന്നെ ചില സംശയം തോന്നുകയും ഈ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാരനുൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരം ലഭിച്ചത്. തൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഈ സ്വർണ്ണ പീഠം ഉണ്ടായിരുന്നു എന്നൊരു മൊഴി ഈ ജീവനക്കാരൻ നൽകി. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണ പീഠം തൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ നൽകിയെന്നും അത് സഹോദരിയുടെ അല്ലെങ്കിൽ ബന്ധുവീട്ടിലേക്ക് മാറ്റിയെന്നൊരു മൊഴിയൊക്കെ നൽകി. അങ്ങനെ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ഈ സ്വർണ്ണ പീഠം വിജിലൻസ് സംഘം സീസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മേൽ നടപടികൾ ഇനി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതിനു ശേഷമായിരിക്കും സ്വീകരിക്കുക. എന്തായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കള്ളന്മാരെന്ന പേര് വീണ സ്ഥാനത്ത് നിന്നാണ് ആ പേരും പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നത്. ഇനി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഈ ഒരു കണ്ടെത്തൽ അത് വലിയ ആശ്വാസകരമാണ്. ഇനി ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ ജയശങ്കർ? എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഈ പീഠങ്ങൾ മിസ്സിംഗ് ആണ് എന്നുള്ളത് ദേവസ്വം ബോർഡിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന ചോദ്യമില്ലേ? അതായത് അനുജ, ആ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് എത്രമാത്രം കുറ്റപ്പെടുത്താനാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഈ ഏറ്റവും ഒടുവിലൊരു ഘട്ടത്തിൽ മാത്രമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ ഇങ്ങനെ ഒരു പീഠം സമർപ്പിച്ചിരുന്നു, അതുകൂടി ലഭ്യമാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവസ്വം ബോർഡുമായി ആശയവിനിമയം നടത്തുന്നത്. ആ ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സ്വർണ്ണപ്പീഠം വന്നിട്ടുണ്ടെന്ന വിവരം അറിയുന്നത്. പിന്നീടാണിത് ദേവസ്വം വിജിലൻസ് വഴി അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ടൊക്കെ ആയി പോകുന്നത്. ഇത് ഏറ്റവും അടുത്ത 6-7 മാസത്തിൽ മാത്രമാണ് ഈ ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നത്. ആ ഘട്ടത്തിൽ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ഇടപാട് നടന്നു എന്ന കാര്യം അറിയുന്നത്. ഇത് കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു പീഠം ഉണ്ടാക്കിയും അത് സമർപ്പിച്ചു എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വേർഷനാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെ അന്നത് കിട്ടിയിരുന്നു എന്നോ ഇല്ലെങ്കിൽ അതവിടെ ഉണ്ടായിരുന്നു എന്നോ ദേവസ്വം ബോർഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് മാത്രമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വേർഷൻ നമുക്ക് ഏത് തരത്തിൽ വിശ്വസിക്കാൻ പാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് സമർപ്പിച്ചു എന്ന്, സമർപ്പിക്കാൻ കൊടുത്തു വിട്ടെന്ന്. പക്ഷേ ആ കാര്യത്തിൽ പോലും വലിയ ദുരൂഹതയൊക്കെ ഇപ്പോൾ എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. നിലവിൽ എന്തായാലും ഈ സ്വർണ്ണപ്പീഠം കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്പോൺസറുടെ തന്നെ ബന്ധുവീട്ടിൽ ആ സാധനം ഉണ്ടായിരുന്നു. അത് നിലവിൽ ദേവസ്വം വിജിലൻസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇനി ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. ആരാണ് കള്ളൻ, നെല്ലും പതിനുമൊക്കെ പോറ്റിയുടെ പ്രതികരണം എന്ന് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം എന്താ എന്നുള്ളതും നമ്മൾ അറിയാനിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അദ്ദേഹമാണിത് കാണുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വസതിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു പറയുമ്പോൾ ഇനി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നത് പ്രധാനമാണ്. ഒപ്പം തന്നെ ജയശങ്കർ, നാളെയാണ് കോടതി ഈ റിപ്പോർട്ട് പരിഗണിക്കാൻ പോകുന്നത് അല്ലേ? അത് അനുജ, തീർച്ചയായും ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഈ വിഷയം പരിഗണിക്കും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഹൈക്കോടതിയുടെ പക്കൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി നേരത്തെ തന്നെ ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഈ സ്പോൺസറുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കണം, അന്വേഷിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ കോടതിയുടെ മുമ്പിലേക്ക് വരുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി എന്തായാലും ഏതന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്നുള്ള നിഷ്പക്ഷ മറുപടികൾ പറഞ്ഞ് മാറി നിൽക്കാനാകുമെന്ന് കരുതുന്നില്ല. കാരണം ഇങ്ങനൊരു സാധനം ദേവസ്വം ബോർഡിൻ്റെ പക്കൽ നൽകിയെന്നും പക്ഷേ അതിപ്പോൾ കാണാനില്ല എന്നും ആ കാര്യത്തിൽ തനിക്ക് മറ്റ് പരാതികളില്ല, വിവാദങ്ങൾക്കില്ല എന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപ് പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ അവിടെ നിൽക്കുകയല്ല. ഈ കാണാതായ സാധനം അദ്ദേഹം നൽകിയെന്ന് പറയപ്പെടുന്ന, കാണാനില്ലെന്ന് അദ്ദേഹം തന്നെ ഉന്നയിച്ച ആ സ്വർണ്ണപ്പീഠം അത് അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. കാര്യങ്ങൾ നേരെ സർക്കാരിലേക്കോ ദേവസ്വം ബോർഡിലേക്കോ ഒന്നുമല്ല ഇതിൻ്റെ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും പോകുന്നത്.
നേരിട്ട് ഹൈക്കോടതിയിലേക്കാണ്. ഈ കാര്യങ്ങളിൽ ശബരിമലയുടെ ഗാർഡിയൻ എന്ന നിലയിൽ ഹൈക്കോടതി തന്നെയാണ് ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാവുക. ക്രിമിനൽ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക്, കടുത്ത നടപടികളിലേക്ക് ഹൈക്കോടതി പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാളെ എന്തായാലും ദേവസ്വം വിജിലൻസ് ബെഞ്ച് ഈ കേസ് എടുക്കുമ്പോൾ അവിടെ പ്രതീക്ഷിക്കാം, നമുക്ക് അപ്രതീക്ഷിതമായ ഇതിനേക്കാൾ വലിയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ദേവസ്വം വിജിലൻസ് ഇത് കണ്ടെത്തുമ്പോൾ അവിടെ ഏറ്റവും വലിയ ആശ്വാസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. കാരണം കള്ളന്മാരെന്ന ആ വിളിപ്പേര് അതൊരു പരിധിവരെ മാറിക്കിട്ടുന്നു. അവരെ സംബന്ധിച്ചത് വലിയ ആശ്വാസമാണ്. ബാക്കി ഇനി കോടതിയുടെ കൈകളിലാണ്. അനുജ, അതാണ് എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി മാറുന്നത്. അത് ഒക്കെയെല്ലാം നാളെ ഇപ്പോൾ കോടതി എന്ത് പറയാനിരിക്കുന്നു എന്നതും നിർണായകമാകും. ദുരൂഹതയുണ്ട് ഈ ഒരു ആരോപണത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.